അപ്പൊ നമ്മുടെ ജിയോ എയർടെലൊക്കെ നമുക്ക് പണി തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും ഇന്ന് തൊട്ടല്ല, എന്നാൽ ഇന്നാണ് ആക്ച്വലി അതിന്റെ ന്യൂസ് സംഭവമൊക്കെ വന്നത്. ജൂലൈ തൊട്ടാണ് ഇപ്പോൾ കൂടാൻ പോകുന്നത്. നമ്മുടെ റീചാർജ് പ്ലാനുകളുടെ താരിഫൊക്കെ ഓൾമോസ്റ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ജിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 12 to 27% വരെ കൂടിയിട്ടുണ്ട്. എയർടെലും ഇപ്പോൾ കൂടിയിട്ടുണ്ട് 10 to 21% വരെ എയർടെലും കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണി കിട്ടി തുടങ്ങി, എല്ലാം ഇപ്പം ഇനി റേറ്റ് കൂടി തുടങ്ങും. ജിയോ ഒന്നാമത് അവരാണ് ആക്ച്വലി ഇതിന്റെ ഒരു ഭൂമി തുടങ്ങിയത്. റേറ്റ് കുറഞ്ഞു കൊടുത്ത അവരാണ്. പിന്നെ ഇപ്പൊ അവരാണ് ആദ്യം അനൗൺസ് ചെയ്തത് റേറ്റ് കൂടുതൽ കിട്ടാ. അപ്പോൾ അവർക്ക് ഇനി ലാഭം കയറേണ്ട സമയം തുടങ്ങി. അപ്പോൾ അവർ കെട്ടി തുടങ്ങി. ഇതിപ്പോ ഇനി രക്ഷയില്ല. ഇനിയിപ്പോ തോന്നണ നിങ്ങൾക്ക് അതായിരിക്കും ജിയോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ പ്ലാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 year വരെ ടൈം ഉണ്ട് കേട്ടോ. നിങ്ങൾ ഫോണിൽ നിന്ന് സിം എടുക്കേണ്ടിരുന്നാൽ മതി. നമുക്കത് പിന്നെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യാം 1 year. ശരിക്കും നോർമലി 90 ദിവസമൊക്കെയാണ്. 90 ദിവസം നിങ്ങൾ റീചാർജ് ചെയ്തില്ലെങ്കിൽ കട്ടാവുന്നൊക്കെയാണ്. പക്ഷേ ഞാൻ ആക്ച്വലി ഇവരുടെ കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് കൺഫേം ചെയ്തത് എന്താ വെച്ചാൽ എൻ്റെ 3 ഫോണുകളുണ്ട്. അപ്പോൾ 3 ഫോണിൽ നമ്മൾ എല്ലാ സിമ്മുകളും നമ്മൾ കറക്റ്റായിട്ട് റീചാർജ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരെണ്ണം എയർടെലും 2 ജിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൈമറി സിമ്മിൽ മാത്രമാണ് നോർമലി ഫുൾ ടൈം റീചാർജ് ചെയ്യാറുള്ളൂ. ബാക്കി രണ്ടിടത്തിൽ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ സിമ്മ് ഫോണിൽ ഇട്ട് വെച്ചാൽ മതി, ഒരു കൊല്ലം വരെ നമുക്ക് റീചാർജ് ചെയ്യാണ്ട് ആക്ടിവേറ്റ് എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിലവർ പറഞ്ഞ കുറെ പ്ലാനുകൾ ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള 395 പ്ലാനുകളൊക്കെ നിർത്താൻ പോവാന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പൊ ഞാൻ നോർമലി ചെയ്യാറുള്ള 395 ആണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടില് ഫൈബർ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഡെയിലി 1.5 GB 2 GB ഒന്നും പ്ലാൻ ആവശ്യമില്ല. 395 പ്ലാൻ എന്ന് പറയുമ്പോൾ ജിയോയില് എനിക്ക് തോന്നുന്നു 6 GB അതുപോലെ തന്നെ 84 days അങ്ങനെ വാലിഡിറ്റി സംഭവമൊക്കെ വരുന്നതാണ്. അതൊരു നല്ല സാധനമായിരുന്നു. പക്ഷെ അത് നിർത്താൻ പോകുന്നൊക്കെ പറഞ്ഞാൽ പണിയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു പ്ലാനിൽ ഇപ്പൊ 299 രൂപയുടെ പ്ലാൻ ആണെങ്കിൽ ആ സാധനത്തിന്റെ പ്ലാൻ 299 രൂപയുടെ പ്ലാൻ മാറിയിട്ട് ഇപ്പോൾ 349 രൂപ ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് അത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നല്ല റേറ്റ് കത്തി കയറിയിട്ടുണ്ട് കേട്ടാ, പണിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഒരു എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനിയിപ്പോ വേറെ വല്ല സംഭവങ്ങള് ഭാരതി എയർടെലും എല്ലാം ഇനി പോട്ടും. ഇനിയിപ്പോ വിക്കാരും കൂട്ടും. ഒന്നാമത് വി ഇപ്പോൾ നമ്മുടെ എന്തായാലും നഷ്ടത്തിലാണല്ലോ. അപ്പോൾ ഒരാൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അതിന്റെ കോമ്പറ്റീറ്റേഴ്സ് കൂട്ടും, ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ 175 രൂപ എയർടെലിന്റെ കാര്യം പറയുകയാണെങ്കിൽ 179 പ്ലാൻ ഇപ്പൊ 199 രൂപയായി. 455 പ്ലാൻ 599 ആയി. 1799 പ്ലാൻ 1999 ആയി. അപ്പൊ അങ്ങനെ നല്ല റേറ്റ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 265 പ്ലാൻ 299 ആയി. 299 പ്ലാൻ 349 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സാധനമായി. രക്ഷയില്ലാട്ടാ. എല്ലായിടത്തും എന്താ പറയാ, ഇൻഫ്ലേഷനാണ്, എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് കാലമായിട്ട് നമ്മുടെ ഈ മൊബൈൽ ഡാറ്റ പ്ലാൻസും റീചാർജ് പ്ലാൻസുകളൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിപ്പോ ഒരു ന്യൂസ് കേട്ടത് നമ്മുടെ ഫൈബർ പ്ലാൻസുകളും കൂടാനുള്ള ഒരു ന്യൂസ് ഞാൻ കേട്ടു. ഫൈബർ നമ്മുടെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ BSNL ഫൈബർ മാത്രം ഉപയോഗിക്കാറില്ല. നമുക്ക് എയർടെലല്ല ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ റീസെന്റ് തന്നെ BSNL ഇപ്പോൾ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ന്യൂസ് കേട്ടത് ഫൈബർ പ്ലാൻസുകളും റേറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഈ കൊല്ലം തന്നെ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല പണിയാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 മെയിൻ ചാനൽസും കാണാത്തവർ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ പുതിയ ചാനലാണിത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം. അതിൽ ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് agenji.bank സപ്പോർട്ട്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ ഈ സൈഡ് തന്നെ വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ നമ്മുടെ റെഫർ ലിങ്ക് തുടർന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.